ഹലോ ഫ്രണ്ട്സ്, തൃശ്ശൂരിൽ ഒരു ഉഗ്രൻ ഷോപ്പിംഗ് മോൾ വരുന്നു. ഏകദേശം 7.5 ലക്ഷം സ്ക്വയർ ഫീറ്റോട് കൂടിയുള്ള ഒരു അതിഭീമൻ ഷോപ്പിംഗ് മോളാണ് ഇവിടെ വരാൻ പോകുന്നത്. ഹൈലൈറ്റ് മോളിന്റെ തൃശ്ശൂരിലെ ആദ്യത്തെ ഷോപ്പിംഗ് മോൾ. എറണാകുളം ഭാഗത്തോട്ട് പോകുമ്പോൾ നാഷണൽ ഹൈവേയുടെ വലതുഭാഗത്തായി നടത്തറ സിഗ്നൽ ജംഗ്ഷൻ എല്ലാം കഴിഞ്ഞു വരുന്ന കുട്ടനല്ലൂർ ബൈപ്പാസിലാണ് ഈ ഷോപ്പിംഗ് മോൾ വരുന്നത്. ഇവിടെ വലതുഭാഗത്തായി ഇതിന്റെ ബിൽഡിംഗ് കാണാം. അടുത്തായി ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ ഷോപ്പിംഗ് മോളിന്റെ അഡ്വാൻസ് വിശേഷങ്ങളുമായി വെൽക്കം ടു ശ്രീലകം വ്ളോഗ്സ്. ഞാനിപ്പോൾ യു ടേൺ തിരിഞ്ഞ് ഹൈവേയുടെ മറുഭാഗത്ത് വന്നു. കുട്ടനല്ലൂർ ഓവർബ്രിഡ്ജിന്റെ മുകളിൽ നിന്നും ഇടതുഭാഗത്തായി ഹൈവേയുടെ ഒരു ക്ലോസ് വ്യൂ കിട്ടും. ഇവിടെ ഇടതുവശത്തായി ബൈപ്പാസ് റോഡ് കാണാം. ഈ ബൈപ്പാസിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പ്രശസ്തമായിട്ടുള്ള ഔഷധി ആയുർവേദശാലയൊക്കെ ഈ ബൈപ്പാസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്തുകൂടെ പോകുമ്പോൾ തന്നെ പച്ചമരുന്നിന്റെയും തൈലത്തിന്റെയൊക്കെ ഒരു സ്മെല്ല് വരും. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ഒരു ടൗൺ ആണ് കുട്ടനല്ലൂർ. അപ്പോൾ ഈ നേരെ പോകുന്നത് കുട്ടനല്ലൂർ ബൈപ്പാസ് ബ്രിഡ്ജിന്റെ മുകളിലോട്ടാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബിൽഡിംഗ് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണാം. അത് കഴിഞ്ഞ് ബൈപ്പാസ് റോഡ് വഴി ഇതിന്റെ താഴെ ഇറങ്ങി മൊത്തം കാഴ്ചകളിലോട്ട് പോവാം. പിന്നെ ഈ ഷോപ്പിംഗ് മോളിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് സർപ്രൈസുകൾ ഈ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതിലൊന്ന് 5 സ്ക്രീൻ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഈ ഷോപ്പിംഗ് മോളിനകത്ത് വരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സർപ്രൈസിംഗ് ആയിട്ടുള്ള വളരെയധികം മറ്റ് കാഴ്ചകളും ഈ ഷോപ്പിംഗ് മോളിനകത്ത് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ഷോപ്പിംഗ് മോളിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഒന്ന് കാണാം. ഞാനിപ്പോൾ ഈ ഒരു ഹൈവേ ബ്രിഡ്ജിന്റെ മുകളിലായിട്ട് ഇവിടെ വന്നു. ഇവിടെ 2 ബിൽഡിംഗ് ആയിട്ടാണ് ഈ ഒരു ഷോപ്പിംഗ് മോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിൽ വലതുഭാഗത്തെ ബിൽഡിങ്ങിന്റെ വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്തെ ബിൽഡിങ്ങിലായിട്ട് വളരെയധികം തിരക്കിട്ട ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അടുത്തായി തന്നെ ഓപ്പൺ ആവും എന്നാണ് കേട്ടത്. ഇത് ഹൈവേയുടെ തൊട്ടടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ ബൈപ്പാസ് റോഡിൽ നിന്ന് ഹൈവേക്ക് കടക്കാൻ വളരെ ഈസിയാണ്. അതുമാത്രമല്ല, നമ്മൾ 2 സൈഡിലോട്ട് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഷോപ്പിംഗ് മോളിന്റെ ഏറെക്കുറെ വ്യൂ നമുക്ക് ഹൈവേന്ന് കിട്ടും. ഇവിടെ ഉണ്ടോ ഇടതുഭാഗത്തായിട്ട് കുറേ അധികം ആളുകൾ വർക്ക് ചെയ്ത് തിരിച്ചു പോകുന്ന ഒരു കാഴ്ച കാണാം. ഇതിന്റെ ഉള്ളിലും ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സും ഇതിനടുത്ത് പോകുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ ഇതിനകത്ത് ജോലി ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കിട്ടുന്നത്. ഏകദേശം ഇത്ര തന്നെ വലുപ്പം ഇതിന്റെ മറുഭാഗത്തുണ്ട്. അപ്പോഴാണ് ഇതിന്റെ ആ ഒരു ടോട്ടൽ വിസ്തൃതി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഷോപ്പിംഗ് മോളിന്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ഇതിന്റെ ഒരു വ്യൂ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഷോപ്പിംഗ് മോളിന്റെ ഒരു എക്സ്പെക്ടഡ് വ്യൂ കാണാം. 7,44,786 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ ഏരിയ വരുന്നത്. 4 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ലീസബിൾ ഏരിയ വരുന്നത്. ഓഫ് കോഴ്സ് ഇത് ഹൈവേനെ ഫേസ് ചെയ്തിട്ടുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നതെന്നാണ് നമുക്ക് ഈ ഒരു 3D വ്യൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈലൈറ്റ് മോൾ ഓപ്പൺ ആവുന്നതോടുകൂടി തൃശ്ശൂരിലുള്ള ഏറ്റവും വലിയ ഷോപ്പിംഗ് മോൾ ഇതായിരിക്കും. കോഴിക്കോടുള്ള ഹൈലൈറ്റ് മോളിന്റെ ഷോപ്പിംഗ് മോളിൽ നിരവധി തവണ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതിന് സമാനമായിട്ടുള്ള ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. അവസാനഘട്ട കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ താഴെയായിട്ട് പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ ബിൽഡിങ്ങുകളെല്ലാം കാണാം. ഇതിന്റെ ഒരു എൻട്രൻസ് ഈ ഒരു ഭാഗത്താണല്ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വലിയൊരു യാർഡായി തീരാനാണ് സാധ്യത. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പാർക്കിങ്ങിന് വേണ്ടി ഈ ഒരു യാർഡ് മാത്രമായിരിക്കില്ല, തീർച്ചയായിട്ടും ഒരു ബേസ്മെന്റ് പാർക്കിംഗ് കൂടി ഇവിടെ ഉണ്ടായിരിക്കും. എന്നാലാണ് ഇതിലോട്ട് ഇത്രയും ആളുകൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ഇവിടെ സാധിക്കുകയുള്ളൂ. ഈ ഷോപ്പിംഗ് മോളിന് മറ്റ് ഒട്ടനവധി സർപ്രൈസുകൾ കൂടിയുണ്ട്. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതിന്റെ അടിഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം. അതിനുവേണ്ടി ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇടതുഭാഗത്തുള്ള ബൈപ്പാസ് റോഡ് വഴി താഴോട്ട് ഇറങ്ങി നോക്കാം. ഹൈലൈറ്റ് മോളിന്റെ ഫ്രണ്ട് ഭാഗത്തൂടെ കടന്നു പോകുന്ന കുട്ടനല്ലൂർ ബൈപ്പാസ് റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഹൈവേക്ക് പാരലൽ റോഡാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് കുട്ടനല്ലൂർ ടൗൺ ആണ്. ഈ കുട്ടനല്ലൂർ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടനല്ലൂർ ടൗൺ വഴി തൃശ്ശൂരിലോട്ട് പോവാം. ഞാനിപ്പോൾ ആ റോഡ് വഴി കയറി ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇടതുവശത്തായിട്ട് ഈ മോളിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു മറുഭാഗം കാണാം. ഇവിടെയും ഏറെക്കുറെ പണികളെല്ലാം ഫിനിഷായ ഒരു മട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ആ എൻട്രൻസിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വലിയ സ്റ്റെപ്പുകളുടെ നിർമ്മാണം എല്ലാം പൂർത്തീകരിക്കുന്നത് കാണാം. ഇതിന്റെ ഒരു സെക്കൻഡറി എൻട്രൻസ് ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇതിനങ്ങോട്ട് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാനുള്ള ഒരു വഴി ഇവിടെ വിട്ടതായിട്ട് കാണാനില്ല.
അപ്പോൾ വാക്കബിൾ ആയിട്ട് ഇതിനകത്തോട്ട് കിടക്കാനും ഇറങ്ങാനൊക്കെ ഉള്ള ഒരു എൻട്രൻസ് ആയിരിക്കാം ഇത്. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ പൊതുവായി അറിഞ്ഞത് മാർച്ച് എൻഡോടുകൂടി ഷോപ്പിംഗ് മോളിന്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഓപ്പണിങ്ങിന് തയ്യാറാവുമെന്നാണ്. അപ്പോൾ ആ കേട്ടത് ശരിയാണെങ്കിൽ പരീക്ഷാകാലമെല്ലാം കഴിഞ്ഞു വരുന്ന ആ ഒരു വെക്കേഷൻ സമയത്തായിരിക്കാം ഇതിന്റെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് വരുന്നത്. 200ഓളം നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഈ ഒരു ഷോപ്പിംഗ് മോളിനകത്തുണ്ടായിരിക്കുമെന്നാണ് കേൾക്കുന്നത്. എന്നാൽ ഇതൊന്നുമല്ല ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷനായി പറഞ്ഞു കേൾക്കുന്നത് ഇതിനകത്ത് വരുന്ന ലുലുവിന്റെ ഒരു ബിഗ് ഹൈപ്പർ മാർക്കറ്റാണ്. അങ്ങനെ ലുലുവിന്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ വരികയാണെങ്കിൽ തൃശ്ശൂരിലെ ആദ്യത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയിരിക്കും ഈ ഹൈലൈറ്റ് മോളിനകത്ത് വരാൻ പോകുന്നത്. ഈ ഷോപ്പിംഗ് മാളിനെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും സർപ്രൈസിംഗ് ആയിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഷോപ്പിംഗ് മാളിനകത്തെ ഹൈപ്പർ മാർക്കറ്റ് ഏരിയ 42,000ഓളം സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ വളരെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. 20,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഗെയിമിംഗ് സോൺ, ഐസ് സ്കേറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും എന്ന് അറിയില്ല. എന്തായാലും കുട്ടികൾക്കായിട്ടുള്ള ഫൺ സോൺ, ഫാമിലി എന്റർടൈൻമെന്റ് സെന്റർ ഇതൊക്കെ ചേർന്നതായിരിക്കും ഈ 20,000 സ്ക്വയർ ഫീറ്റോളം വലുപ്പത്തിലുള്ള ഈ ഒരു ഗെയിം സോൺ. മറ്റൊന്ന് 35,000 സ്ക്വയർ ഫീറ്റ് ലാർജ് ഫുഡ് കോർട്ട്, വളരെ വലിയൊരു ഫുഡ് കോർട്ട് ഏരിയ ഈ ഷോപ്പിംഗ് മാളിനകത്തുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 5 സ്ക്രീൻ മൾട്ടിപ്ലക്സ് തിയേറ്റർ. മറ്റൊരു കാര്യം 25ഓളം ലിഫ്റ്റ്, എസ്കലേറ്റർ, ട്രാവലേറ്റർ ഫെസിലിറ്റീസ് ഇതിനകത്തുണ്ടാവും. പിന്നെ 100% പവർ ബാക്കപ്പ്, ഫുൾ സെൻട്രലൈസ്ഡ് AC, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, ഇതൊക്കെയാണ് ഈ ഷോപ്പിംഗ് മാളിനെ കുറിച്ച് നിലവിൽ അറിവായിട്ടുള്ള മെയിൻ അട്രാക്ഷൻസ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഈ നേരെ കാണുന്നതാണ് കുട്ടനല്ലൂർ ബൈപ്പാസ് ജംഗ്ഷൻ. അത്യാവശ്യം തിരക്കുള്ള ഒരു ഏരിയയാണ്. അതുമാത്രമല്ല ഇവിടെ ബസ് റൂട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. ഈ ഒരു ബൈപ്പാസ് റോഡ് വഴിയാണ് നിരവധി ബസ്സുകൾ കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. ബസ്സിനാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഷോപ്പിംഗ് മോള് ഈസിലി ആക്സസിബിൾ ആണ്. ആക്ച്വലി ഇതൊരു പ്രൈം ലൊക്കേഷനാണ്. ഞാൻ മുന്നേ ചിന്തിച്ചിരുന്നു എന്തുകൊണ്ടാണ് തൃശ്ശൂരിന്റെ ഹൃദയഭാഗങ്ങളിൽ നിന്നെല്ലാം മാറി ഈ ഒരു ടൗൺ പരിസരത്ത് ഹൈവേക്ക് അരികിലായിട്ട് ഇത്രയും വലിയൊരു ഷോപ്പിംഗ് മാൾ വരുന്നതെന്ന്. ഒന്നാമതായി പൊതുവെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഭാഗത്താണ് ഈ ഒരു ഷോപ്പിംഗ് മാളിന്റെ ലൊക്കേഷൻ. ഇവിടെ നിന്നും 6 കിലോമീറ്ററോളാണ് തൃശ്ശൂർ ടൗണിലേക്കുള്ളത്. ഒല്ലൂർ ടൗണിൽ നിന്നാണെന്നുണ്ടെങ്കിലും മണ്ണുത്തിൽ നിന്നാണെങ്കിലും ഒക്കെ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ ഈ ഒരു ഷോപ്പിംഗ് മാളിലോട്ട് വരാനായിട്ട്. മറ്റൊന്ന്, ഈ ഷോപ്പിംഗ് മാൾ ഫേസ് ചെയ്തിരിക്കുന്നത് NH47 കൊച്ചി സേലം ഹൈവേ ആണ്. അതായത് എയർപോർട്ടിലോട്ടൊക്കെ പോകുന്ന ഒരു മെയിൻ റൂട്ടാണിത്. ദിനംപ്രതി 1000-10,000 വാഹനങ്ങളാണ് ഈ ഹൈവേ കൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചേരാനും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബസ് റൂട്ടുള്ള ഒരു ലൊക്കേഷനാണ്. തൃശ്ശൂരിലേക്ക് വരുന്നവർക്കുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തിച്ചേരാം. അതുപോലെ തന്നെ നിരവധി റെസിഡൻഷ്യൽ ഏരിയകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് തൃശ്ശൂരിൽ വരാൻ പോകുന്ന ഹൈലൈറ്റ് മോളിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.